വണ്ടി? അതെ. ഇങ്ങനെയാണോ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നത്? ഏയ് ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ അങ്ങ് പോയാലോ? പോയാലോ? നന്നാക്കാനുള്ള കാശ് തന്നിട്ട് പോടോ. താൻ കയ്യെന്ന് ഇവിടെ കാശ് ഞാൻ തരാം, എന്റെ കാർഡ് തരാം. താൻ നാളെ വീട്ടിൽ വന്ന് ഇവിടെ നിന്റെ വീട്ടിൽ വരണോ? നീ ആരും അവിടുത്തെ ദിവാനോ? മര്യാദക്ക് കാശ് തന്നിട്ട് പോടാ. മര്യാദ പറഞ്ഞാ മനസ്സിലാവില്ലെന്ന് വെച്ചാ അവന്റെ ഒരു പാട്ട കാറ്. പോട്ടെ സാറേ. പൊയ്ക്കോട്ടെന്നേ. താനെ ഇവിടെ വിടറോ. മര്യാദ പറഞ്ഞാ കേക്കണം. ഞാൻ ഇവിടുന്ന് 2 ലാർജ് അടിച്ചിട്ട് വണ്ടി ഒറ്റയ്ക്ക് ഓടിച്ചാ പോന്ന്. തിരിച്ചടിക്കാൻ ചങ്കൂറ്റോണ്ട് നീ അടിച്ചോ, അല്ലെ കൊണ്ട് കേസ് കൊടു. പോ. അഡ്രസ് വേണേ പിടിച്ചോ. രാജീവ് മേനോൻ, മാനേജിംഗ് ഡയറക്ടർ, രത്നഗിരി പ്ലാന്റേഷൻസ്. രത്നഗിരി പ്ലാന്റേഷൻസ്. പോ. അല്ലെങ്കിൽ വേണ്ട, എന്റെ കാർഡ് തരാം. പോ. ചേട്ടാ വാ, നമുക്ക് ഇതങ്ങ് ഫിനിഷ് ചെയ്തിട്ട് വാ. അവിടെ ഇരിക്കുക, നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാം. അയ്യോ അവിടെ ഇരിക്കണോ? ഞങ്ങൾ ചെയ്യാൻ പാടില്ല സാർ. ആരും പറഞ്ഞു അവിടെ സാർ. അവിടെ അവിടെ സാർ എന്തായി കാണിക്കുന്നു? ആരാ? നാടൻകുട്ടിയെ? ആണോ? ഞാൻ വിചാരിച്ചു മറ്റേ കാറ് പാർട്ടിക്കാരാണ് സാർ. അതെ, ആരും ഇല്ല, അതൊരു കമ്പനി ഇല്ലാതെ ഫിനിഷ് ചെയ്യാൻ. ഇന്നൊരു ചെറ്റകളെയും കാണുന്നില്ല. അയാൾക്ക് ധാരാളം ജോലിയുണ്ട് സാർ. അയാളെ പാട്ടിന് പോട്ട് താമ്പാ. ഞാൻ ഡ്യൂട്ടിയില്ല. എടോ മദ്യ ഷാപ്പിലെ ഇത് മദ്യം കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യുന്ന ഡ്യൂട്ടി ഇതായിരിക്കും. നമുക്ക് വേറെ പറയാം. ഇത് മതിയോ? നമുക്ക് ഒരുമിച്ച് കഴിക്കാം. താഴെ പിടിക്കേ. ഞാൻ ഒരു കമ്പനി കിട്ടാതെ ഞാൻ എളുപ്പയോ ശരി. ഇപ്പൊ നമുക്കൊരു കമ്പനി ആയിരുന്നല്ല. വേണ്ട, ഞാൻ ഇത് ഒറ്റയ്ക്ക് കഴിച്ചോളാം. നമുക്ക് അതൊരു പ്രശ്നമില്ല. ടാക്സി വിളിച്ചു പോവാ. അയ്യേ, ടാക്സി ഒന്നും വേണ്ട. താൻ ഇവിടെ മനുഷ്യനെ ഒരിക്കലും ഇങ്ങനെ കളിയാക്കരുത് കേട്ടോ. വിടറോ ഇവിടെ. സ്റ്റിയറിംഗ് എന്തി? ആഹാ, അയ്യോ അപ്പുറത്ത. എന്താ ചോദിച്ച്? ഞാൻ വീടെത്തുമെന്നോ? എത്തും. എത്തിയില്ലേലും രാജീവനൻ നോ പ്രോബ്ലം. ലൈഫ് എന്റെയാണ്, എന്റെ മാത്രം. ഞാനേ അത് അലമാരി വെച്ച് പൂട്ടും. ചില്ല് പാത്രം പോലെ എറിഞ്ഞുടയ്ക്കും. റബ്ബർ പന്ത് പോലെ തട്ടി കളിക്കും. ചപ്പാത്തി പോലിട്ട് പരത്തും. ദോശ പോലെ ചുട്ടു തിന്നും. ഞാൻ ഇഷ്ടം പോലെയും. താൻ പോണോ? അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണെ മീനാക്ഷി. വിത്തെല്ലാം പരിപ്പാകുന്നേ. അപരിച്ചതും ഇരച്ചതും. എന്തോ കള്ളും കുടിച്ച് വെളിവില്ലാതെ നടു റോഡിലൂടെ പോയാൽ നിന്റെ പുറത്ത് വല്ല വാഹനവും വന്ന് കയറില്ലേ കറിയാച്ച? ഏതെങ്കിലും ഒരു വണ്ടി ഈ കറിയാച്ചന്റെ നെഞ്ചത്തൂടെ കയറ്റി വിടണേ കർത്താവേ. ജീവിതഭാരം ചുവന്ന് കറിയാച്ചൻ വലഞ്ഞു.
തൊണ്ട നനയ്ക്കാൻ ഇച്ചിരി വാട്ടീസ് അടിക്കാൻ പോലും കറിയാച്ചന്റെ പൈസ ഇല്ല. പക്ഷെ ഇപ്പൊ നീ 4 കാലിലാണല്ലോ നിക്കുന്നേ. അത് വെറും 100 മില്ലി പട്ടച്ചാരത്തിന്റെയും ഒരു കഞ്ചാവ് വീടേയും ചുണയാ കർത്താവേ. ഇന്നെന്റെ ഇളയമോന്റെ പിറന്നാളാ. ഒരു പാവപ്പെട്ട സർക്കാർ ജീവനക്കാരന്റെ ഗതികേട് നിനക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ നീ എന്റെ അടുത്തേക്ക് വരുവിൻ. ഇവിടെ എന്റെ ഇടത്ത് ഭാഗത്തേക്ക് നോക്ക്. എന്റെ ഇടതുഭാഗം ഏതാന്ന് ഞാൻ എങ്ങനെ അറിയും? എങ്കിൽ നീ എന്റെ മുകളിലേക്ക് നോക്ക്. ഇവിടെ കറിയാച്ചോ? നീ എന്നെ പറ്റിച്ചു. നിന്നെ നോക്കി ടൗണിൽ നിന്ന് എന്റെ കാലെ വേര് പിടിച്ചു. എവിടെ? ഇന്നെന്റെ കൊച്ചു അമ്മന്റെ പിറന്നാളാടാ. ആ ഉപ്പി ചെറുകുറുക ചമ്പക ജീരക വിത്തെല്ലാം വരിപ്പാകുന്നേ. മത്ത പൂത്തതും കാപ്പറിച്ചതും കറിക്കരച്ചതും നെയ്യപ്പൻ ചുട്ടതും നീ അറിഞ്ഞോടി. മത്ത പൂത്തതും കാപ്പറിച്ചതും കറിക്കരച്ചതും നെയ്യപ്പൻ ചുട്ടതും നീ അറിഞ്ഞോടി. കറുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ മീനാക്ഷി. ഈ ഷൂസ് നേരെ ഒത്തിരി ആയോ? അധികമൊന്നും ആയിട്ടില്ല. 2-2.5 ആയിട്ടുള്ളൂ. സൂക്ഷിക്കണം. അങ്കിളിന്റെ മുമ്പിലെ കല്ല് തലയ്ക്ക് പിടിച്ച പോലെ ആഴരുത്. നല്ല കൺട്രോള് വേണം. ഞാനങ്ങ് തരാം. ഞാൻ വീട്ടിൽ പോട്ടോ. അവിടെ നിൽക്കേ വേണ്ട. ഞാനങ്ങ് വീട്ടിൽ പോട്ടോ. ചുമ്മാരിടൂ. അങ്കിൾ ഉറങ്ങിയില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടെന്ന്. അതെ, ആവശ്യത്തിനെ ഞാൻ കഴിച്ചിട്ടുള്ളൂ. വെറും 1.5 പെഗ്. ആവശ്യത്തിന് കഴിക്കാന്നല്ല കുറെ വലിച്ചു കയറ്റിട്ട് എന്താ കാര്യം അല്ലേ? ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. അല്ല, മോൻ കണ്ടാൽ അറിയാം എന്നോട് പിണങ്ങിയിരിക്കുക. കേട്ടോ അറിയാച്ചാ? പിള്ള സാറ് പരിഭവിച്ചിരിക്കുക. ഒന്നുമില്ലേലും ഞാൻ കൂടെ ഉള്ളപ്പോ കണ്ടമാനം കുടിക്കാൻ സമ്മതിച്ചോ? കൊള്ളാം, നന്നായിരിക്കുന്നു. എല്ലാവരെയും എനിക്കറിയാം. ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങള് വേറെ നിറച്ച് കഴിച്ചിട്ടാ വരുന്നത്. പോട്ടോ. ഈ ആള് ജീൻ തോന്നിയത് ഇത് വീടല്ലേ? വാ. ഇയാള് എന്ത്? ഒരു കാര്യം പറയാനുണ്ട്. ഒരു മാനേജറെ ഉടനെ പോസ്റ്റ് ചെയ്യണം. അങ്കിൾ ഉള്ളപ്പോ പിന്നെ ഒരു മാനേജരോ? അത് വേണ്ട. ഞാനുണ്ടാവില്ല. മതിയായി. ഞാൻ പോയാ പിന്നെ ഇഷ്ടത്തിന് ജീവിക്കാമല്ലോ. നന്നാവുകയോ നശിക്കുകയോ എന്ത് വേണോ ആയിക്കോ. നേരത്തെ പറഞ്ഞില്ല എന്നൊരു പരാതി വേണ്ട. എനിക്ക് പറ്റില്ല. വയസ്സായി. ഇനിയുള്ള കാലം എനിക്ക് എൻ്റെ മക്കളുടെ കൂടെ ജീവിക്കണം. അപ്പൊ ഞാനോ? എനിക്ക് പിന്നെ ആരാ ഉള്ളത്? ആ, എനിക്കറിയില്ല. കുഴപ്പമായോ? എന്നെ വിട്ട് അങ്കിൾ ഒരിടത്തും പോവില്ല. ഞാനങ്ങ് പോട്ടോ. ഇയാളോട് പോ. ഞാനങ്ങനെ രാത്രി ഒറ്റയ്ക്ക് പോന്നേ. വാ. രാജീവ്, 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 എഴുന്നേൽക്ക. എന്താ അങ്കിൾ ഒന്നും ഉറങ്ങാനും സമ്മതിക്കില്ലേ? സമയം എത്രയാണെന്നറിയോ? മണി 11 കഴിഞ്ഞു. കറിയാച്ചൻ പോയാ? അയാള് രാവിലെ എണീറ്റ് പോയി. എവിടെ ആയിരുന്നു 2 ദിവസം? ഒന്ന് കറങ്ങി. നല്ല കമ്പനി ആയിരുന്നു. അല്ല, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഏതിന്റെ? ഈ ജീവിതത്തിന്റെ? അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഒരു കെട്ടഴിഞ്ഞ പട്ടം പോലെ അങ്ങനെ പോവാ ചെല്ലുന്നിടത്തോളം. 100 വയസ്സ് വരെ ജീവിച്ചിട്ട് എന്താ കാര്യം അങ്കിൾ? അച്ഛൻ എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളാണ് ഇതൊക്കെ എന്നറിയാവോ? ഒരു നിമിഷം ആ മനുഷ്യൻ വിശ്രമിച്ചിട്ടില്ല.
എന്നിട്ട് എന്ത് നേടി? അനുഭവിക്കാൻ കഴിയാത്ത കുറെ സ്വത്തുക്കൾ, അവകാശപ്പെടാൻ വയ്യാത്ത ഒരു ഭാര്യ, അവരുടെ പേരിലുണ്ടായ അപമാനം, അതിനിടയിൽ എങ്ങനെയോ ഞാൻ. കുഞ്ഞേ, അങ്കിൾ എപ്പോഴും പറയാറില്ലേ നമ്മുടെ അന്തസ് അഭിമാനം എന്നൊക്കെ. എനിക്കതുണ്ടോ അങ്കിൾ? സ്വത്തുക്കൾ സർക്കാർ ഏറ്റെടുത്ത് അങ്കിളിനെ റിസീവറായി വെച്ചപ്പോ എന്റെ മേൽവിലാസം പോലും നഷ്ടപ്പെട്ടു. സർക്കാർ കുട്ടി. കണ്ടോ, ഇത് കണ്ടോ, കൈ വിറയ്ക്കുന്ന കണ്ടോ? ഇവൻ ചെല്ലേണ്ട സമയമായി. ഗുഡ് മോർണിംഗ് സർ. നമസ്കാരം സർ. ഞാൻ ഇന്നലെ വന്നിരുന്നു. മോളുടെ കല്യാണമാണ് സാർ ഓ അങ്കിൾ, പുള്ളിക്ക് ഒരു 1000 റുപ്പീസ് കൊടുത്തേക്കണം കേട്ടോ. ഇതാരാ? എന്റെ കാർ കിട്ടിയ സൗകര്യല്ലേ? കാർ നന്നാക്കിയോ? സർ, സോറി, ആളറിയാതെ പറ്റിയതാണ്. ക്ഷമിക്കണം. അത് ശരി, നിങ്ങളല്ലേ ക്ഷമിക്കേണ്ടത്. സോറി അങ്കിൾ, ഇവരുടെ ബിൽ അങ്ങ് സെറ്റിൽ ചെയ്തേക്കണം. ഒരു 250 രൂപ കൂടുതൽ കൊടുത്തേക്കണം. കൂട്ടുകാരെയൊക്കെ വിളിച്ചൊന്ന് കൂടാനാ. നമുക്ക് ഒരു ദിവസം കൂടണം കേട്ടോ. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ കാണാൻ നിൽക്കണ്ട, അങ്കിളിനെ കണ്ടാ മതി. വെറുതെ എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഒരുപാട് ജോലിയുണ്ട്. ഇപ്പൊ സ്ഥലത്ത് എത്തിയാൽ ഉടനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലെന്ന് പറഞ്ഞിരിക്കുക. ആകെ പ്രശ്നങ്ങളാണ്. ശരി. പിന്നെ അങ്കിൾ ഒന്നുമില്ല. ഓക്കെ. ഹലോ ഹലോ. പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചതിൽ വിഷമമുണ്ടോ? എന്തിന്? ഞാൻ പല സ്ഥലങ്ങളിലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്, ലോക്കപ്പിലും കിടന്നിട്ടുണ്ട്. ഇത്തിരി കഴിക്കുന്ന സ്വഭാവം ഉണ്ടേ, അറിയാലോ. ഇവിടെ ലോക്കപ്പില് മൂട്ടയുണ്ടോ? എന്താ, ലോക്കപ്പിൽ കിടന്നു നോക്കണോ? നിർബന്ധമില്ല. പോലീസ് ഡ്രൈവറെ തല്ലി എന്നൊരു കംപ്ലൈന്റ് ഉണ്ട്. ഓ, കാണട്ടെ. ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഇവിടെ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾ ശരിക്കും വെള്ളം കുടിക്കും. അതിനു മുമ്പ് അയാളെ കണ്ട് കാര്യങ്ങൾ ഒത്തുതീർക്കുന്നതാണ് നല്ലത്. അത് ശരി, ഞങ്ങൾ സംസാരിച്ചു ഒതുക്കാം. എവിടെയാ സുഹൃത്ത്? മാധവൻ. മാധവൻ, സോറി. വരണം സുഹൃത്ത്, വരണം. ഞാൻ വരണം. നടു റോഡിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചിട്ടാണ് ഞാൻ സാറിനെ തല്ലിയത്. ഇത് കംപ്ലൈന്റ് ചെയ്ത് എന്നെ കോടതിയിൽ കയറ്റാനാണ് ഭാവമെങ്കിൽ സാറിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിച്ച് കൊക്കയിലെറിയും. അതിനുവേണ്ടി എത്ര ലക്ഷം രൂപ ചെലവായാലും ശരി, ഞാനത് ചെയ്യും. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നാരോടെങ്കിലും പറഞ്ഞാലും ഇത് തന്നെ സംഭവിക്കും. പറ, കംപ്ലൈന്റ് ഉണ്ടോ? ഇല്ല. സത്യമായിട്ട്? സത്യം. ഇല്ലല്ലോ. പിന്നെ മാറ്റല്ലേ. ഇങ്ങനെ ഒരു കാര്യം ചെയ്, ഇത് വെച്ചോ. കുശാലായിട്ടൊന്നും മിനുങ്ങ്. എസ് ഐ കണ്ട് പറയണം, ഞാൻ ഇനി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞോളാം. ഇത് വെച്ചോ. വരട്ടെ. മേ ഐ കം ഇൻ സർ? താങ്ക് യു സർ, ഞാൻ നിന്നോളാം. താൻ സ്മോള് കഴിക്കോ? അങ്ങനെ പതിവൊന്നുമില്ല സാർ. പിന്നെ ചില ഒക്കേഷൻസില്. ഇരിക്കേ. വേണ്ട സാർ, ഞാൻ നിന്നോളാം. സിറ്റ് ഡൗൺ ഐ സേ. ഒരു സ്മോള് കഴിക്കാൻ ആരെ കമ്പനി കിട്ടുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. താങ്ക് യു സർ. എനിക്ക് വേണ്ട സാർ. സാർ, ഒരു 3 ദിവസത്തെ ലീവ് വേണമായിരുന്നു. ഭാര്യയും കൊണ്ട് അമ്പലങ്ങളിലൊക്കെ ഒരു വഴിപാട് നടത്താൻ പോകാനായിരുന്നു. തനിക്ക് വേറെ ജോലിയില്ലേ? വഴിപാട്? അയ്യോ സാർ, അങ്ങനെ പറയരുത് സാർ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി. ഇതുവരെ ഒരു കുട്ടി പോലും ഉണ്ടായിട്ടില്ല സാർ. അതിനു വേണ്ടി ഒരു വഴിപാട് നടത്താനാ. ഈ കുട്ടികളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന നല്ലത്. ബേർഡനാ അതൊക്കെ. താൻ പെണ്ണ് കെട്ടിയത് അബദ്ധമാണ്. ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് നോക്കൂ. Cheers. അയ്യോ, പിന്നെ സുന്ദരികളായ പെണ്ണുങ്ങളുടെ കൂടെ കഴിയുക എന്നുള്ളതൊക്കെ റിയലി ഇൻട്രസ്റ്റിംഗ്. അതിന് വേണ്ടാത്ത റെസ്പോൺസിബിലിറ്റി മുഴുവൻ വലിച്ച് തലയെ കെട്ടണോ? അപ്പോ ഞാൻ എന്ത് ചെയ്യണം സാർ? ഡൈവേഴ്സ് ചെയ്യണം. നല്ലൊരു അഡ്വക്കേറ്റിനെ ഞാൻ വേണമെങ്കിൽ ഏർപ്പാട് ചെയ്ത് തരാം. അയ്യോ അതല്ല സാർ, എന്റെ ലീവിന്റെ കാര്യം. അതൊക്കെ അങ്കിളിന്റെ അടുത്ത് പറയുക, വാങ്ങുക. എനിക്ക് അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും പറ്റില്ല. അഡ്മിനിസ്ട്രേഷന്റെ മാത്രമല്ല, ലൈഫിൽ ഒരു റെസ്പോൺസിബിലിറ്റിയും വയ്യ. താൻ കഴിക്കണോ? എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല സാർ. MD നിർബന്ധിച്ചപ്പോ.
തനിക്ക് ലീവ് തരാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇനി അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. അയ്യോ സാർ ഞാൻ Get out! ഓ